അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അധികാര സമവാക്യങ്ങൾ പലപ്പോഴും സാധാരണക്കാരുടെ ജീവനും സ്വപ്നങ്ങൾക്കും മുകളിലാണ് എഴുതപ്പെടാറുള്ളത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം ഈ യാഥാർത്ഥ്യത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്ന അദ്ദേഹത്തിന്റെ തുറന്ന പ്രഖ്യാപനം വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് അന്താരാഷ്ട്ര നിയമങ്ങളെയും നയതന്ത്ര മര്യാദകളെയും പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒന്നാണ്. പതിറ്റാണ്ടുകളായി സംഘർഷഭരിതമായ മിഡിൽ ഈസ്റ്റ് മേഖലയെ കൂടുതൽ കലുഷിതമാക്കാൻ മാത്രമേ ഇത്തരം പ്രസ്താവനകൾ ഉപകരിക്കൂ. രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതയും തന്ത്രങ്ങളും മെനയപ്പെടുമ്പോൾ അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് അവിടെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരാണ്. രാഷ്ട്രീയ നേതാക്കളുടെ ഈ അമിതമായ ആത്മവിശ്വാസത്തിന് പിന്നിൽ തകർന്നു പോകുന്നത് മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശമായ സമാധാനത്തോടെ ജീവിക്കാനുള്ള അവകാശമാണ്. ഈ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കിടയിൽ കേൾക്കാതെ പോകുന്ന ഒരു ശബ്ദമുണ്ട്. ബഹ്റൈനിൽ താമസിക്കുന്ന വേദ എന്ന കൊച്ചു പെൺകുട്ടിയുടേത്. പ്ലീസ് സ്റ്റോപ്പ് ദ വാർ, വി ആർ ചിൽഡ്രൻ എന്ന അവളുടെ ദയനീയമായ അപേക്ഷയും ഞാൻ പേടിച്ചിരിക്കുകയാണ് എന്ന അവളുടെ വാക്കുകളും ലോകത്തെ അധികാരികൾക്ക് നേരെയുള്ള ഏറ്റവും വലിയ ചോദ്യചിഹ്നമാണ്. യുദ്ധം തുടങ്ങുമ്പോൾ വീഴുന്നത് ബോംബുകളും മിസൈലുകളും മാത്രമല്ല, മറിച്ച് ഒരു തലമുറയുടെ സ്വപ്നങ്ങളും ഭാവിയുമാണ്. അധികാരത്തിന്റെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർ തങ്ങളുടെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ ഒരു കുഞ്ഞിന്റെ ഭയവും അവളുടെ സമാധാനത്തിനായുള്ള കേൾവിയും അവരുടെ കണക്കുകൂട്ടലുകളിൽ എവിടെയെങ്കിലും ഇടം പിടിക്കുന്നുണ്ടോ? ഒരു കുഞ്ഞ് യുദ്ധത്തെ ഭയന്ന് നിലവിളിക്കുമ്പോൾ അതിന് മറുപടി നൽകാൻ കഴിയാത്ത ലോകം എന്ത് പുരോഗതിയെക്കുറിച്ചാണ് അഭിമാനിക്കുന്നത്? യുദ്ധം കൊണ്ട് ആരും ജയിക്കുന്നില്ല, മറിച്ച് തോൽക്കുന്നത് മാനവികതയാണ്. ലോക നേതാക്കൾ ഓർക്കുക, ഭൂപടങ്ങളിൽ വരച്ചിടുന്ന അതിരുകളേക്കാൾ വലുതാണ് ഒരു കുട്ടിയുടെ ചിരിയും സമാധാനവും. വേദയെ പോലെയുള്ള ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭയം അധികാരികളുടെ പരാജയമാണ്. ആ അപേക്ഷ ലോകം ഇനിയെങ്കിലും കേൾക്കണം. കാരണം സമാധാനമാണ് ആയുധങ്ങളെക്കാൾ കരുത്തുറ്റത്. ന്യൂസ് ഡെസ്ക് ZECO ന്യൂസ്.